ഫ്ലിന്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴും വിഡ്ഢിത്തങ്ങൾ പറയുമെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു നല്ല കാര്യം പറഞ്ഞു. അത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, ശിവഗിരി മഠം ഇപ്പോൾ 18 കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഈഴവ സമുദായത്തിൽ നിന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ള ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അത് അദ്ദേഹം അമ്പരപ്പോടുകൂടി പറഞ്ഞു, സ്വാമി സച്ചിദാനന്ദ ശിവഗിരി മഠ അധിപതി എന്നും, ഇപ്പോൾ അധിപതി എന്ന് പറയുന്നത് ശരിയല്ലെന്നും വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. അത് ധർമ്മസംഘത്തിൻ്റെ ട്രസ്റ്റ് പ്രസിഡന്റാണ്, ഔദ്യോഗിക സ്ഥാനം പ്രസിഡന്റ് എന്നുള്ളതാണ്. പണ്ടാണ് മഠാധിപതി എന്ന് പറയുന്നത്. മഠാധിപതി എന്ന് പറയുമ്പം ആ മഠം, ശിവഗിരി മഠത്തിൻ്റെ മൊത്തം അധിപതിയാണ്. ഇപ്പം അതല്ല, അവിടെ ധർമ്മസംഘമുണ്ട്, അത് ട്രസ്റ്റാണ്, ആ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റാണ്. അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത് 18 പേരുടെ ലിസ്റ്റ് രാഹുൽ ഗാന്ധിക്ക് കൊടുത്തു എന്നുള്ളത്. അപ്പം വെള്ളാപ്പള്ളി പറഞ്ഞത് എന്താണ്, അദ്ദേഹം പമ്പര വിഡ്ഢിയാണെന്നുള്ളതാണ്. സ്വാമി എന്നല്ല, ആസാമിയാണ് എന്നും വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട്. ശിവഗിരി മഠം ഒരുപാട് രാഷ്ട്രീയ ഇതിൽ ഒക്കെയുള്ള ഇടപെടലുകളൊക്കെ നടത്തിയിട്ടുള്ളതാണ്. ഒരു കാലത്തും രാഷ്ട്രീയത്തിൽ ഇല്ലാതിരുന്ന മാറിയെന്നുള്ള ഒരു ശുദ്ധമായ ആധ്യാത്മിക സ്ഥാപനമായിട്ട് നമ്മൾ ആരും കാണുന്നില്ല. കാരണം വെച്ചാൽ പലതലത്തിലും സ്വാമി ശാശ്വതീയാനന്ദയുടെ കാലത്ത് തന്നെ അതിൽ ഇടപെടലുണ്ടായിട്ടുണ്ട്. പ്രകാശാനന്ദ സ്വാമിയുടെ കാലത്തും ഇടപെടലുണ്ടായിട്ടുണ്ട്. പിൽക്കാലത്ത് ഇപ്പോൾ സ്വാമി സച്ചിദാനന്ദ അദ്ദേഹം ആണ് ഉണ്ടായത്. പലതരത്തിൽ ഇടപെടലുണ്ട്, പല രാഷ്ട്രീയ സ്വാധീനങ്ങൾക്ക് അവർ വഴിപ്പെട്ടിട്ടുണ്ട്. ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ ശുദ്ധമായ ഈ ഇലക്ഷൻ പ്രോസസ്സിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇതാദ്യമായിട്ടാണ്, സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പേ അവർ എന്താണ് ശ്രീ ഇ.പി. അനിൽ ഇതിൻ്റെ ഒരു പൊരുൾ, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ഇടപെടൽ, എന്താണ് ഇങ്ങനെ ഒരു സമയത്ത്? ഒറ്റവാക്കി പറഞ്ഞാൽ തികച്ചും അനാരോഗ്യകരമാണ്. വിശിഷ്യ നാരായണ ഗുരു സ്ഥാപിച്ച ഒരു സന്യാസിമാരുടെ ഒരു സംവിധാനം രാഷ്ട്രീയ പാർട്ടികളുമായി തൻ്റെ സമുദായത്തിന് വേണ്ടി വിലപേശം നടത്തുന്ന നിലപാട് നാരായണ ഗുരുവിൻ്റെ തന്നെ പൊതുനിലപാടുകൾക്കെതിരാണ്. മറ്റൊന്ന്, ശ്രീ രാഹുൽ ഗാന്ധിക്ക് നേരിട്ട് 18 പേരുടെ MLA-മാരാകാൻ തങ്ങൾ ആഗ്രഹിക്കുന്നവരുടെ ഒരു പട്ടിക കൊടുക്കുന്നു എന്ന് മാത്രമല്ല, അതിനോടൊപ്പം അദ്ദേഹം പറയുന്നു, ഈ സ്ക്രീനിങ് കമ്മിറ്റിയിലേക്ക് മുൻ KPCC അധ്യക്ഷൻ ശ്രീ സുധീരനെ ക്ഷണിച്ചില്ല എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നത്, നോക്കൂ, സന്യാസിമാർക്ക് സമൂഹത്തിലുള്ളൊരു പങ്ക്, സമുദായ സംഘടനകൾക്ക് സമുദായത്തിലുള്ളൊരു പങ്കൊക്കെ നമ്മൾ അംഗീകരിക്കുമ്പോഴും ഇവർ രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ടകളിൽ നേരിട്ടോ ഇല്ലെങ്കിൽ നേരിട്ടല്ലാതെയോ ഇടപെടുന്ന രീതി തികച്ചും അനാരോഗ്യകരമാണ്. കേരളത്തിലെ കേരളീയ സമൂഹത്തിൽ 23% വരും ഈഴവ സമൂഹം. അവർക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഇല്ലെങ്കിൽ പിന്തുണയൊക്കെ കാലാകാലങ്ങളിൽ ലഭിച്ചത് ഏതെങ്കിലും ഒരു സമുദായം പറഞ്ഞുകൊണ്ടല്ല. നമുക്കറിയാമല്ലോ, ഇപ്പം കേരളം ഭരിക്കുന്ന ശ്രീ പിണറായി വിജയൻ ജന്മം കൊണ്ട് ആ സമുദായത്തിലെ അംഗമാണ്. അതിനു മുമ്പുണ്ടായിരുന്ന ശ്രീ VS അച്യുതാനന്ദൻ ആ സമുദായത്തിലെ അംഗമായിരുന്നു. ഗൗരിയമ്മ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ പോലും കേരള രാഷ്ട്രീയത്തിലെ വളരെ നിർണായകമായ അധികാര കേന്ദ്രമായി അവർക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവർക്കൊക്കെ സ്ഥാനങ്ങൾ ലഭിച്ചത് ഏതെങ്കിലും ഒരു സന്യാസി മഠത്തിൽ നിന്ന് ആളുകൾ വിളിച്ചു പറഞ്ഞിട്ടല്ല. അപ്പം അത് മറന്നുകൊണ്ട് വളരെ അനാരോഗ്യകരമായ ഇത്തരം എനിക്ക് തോന്നുന്നു SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയുടെ ആ പദവി സ്ഥാനം കോടതി തൽക്കാലത്തേക്ക് എടുത്തു കളഞ്ഞു. പക്ഷെ അതിന്റെ ആ സ്ഥാനം ഇദ്ദേഹം ഏറ്റെടുത്തതാണോ? ചിലപ്പോ അതാകാം. കാര്യം സാധാരണ ഇത്തരം എനിക്കൊന്നും അതിനു മുമ്പേ അല്ലേ ഈ രാഹുൽ ഗാന്ധിക്ക് മാർച്ച് 7-ാം തീയതിയാണ് ഈ സംഭവം. അപ്പം ഈ കോടതി വിധി വരുന്നതിന് മുമ്പ് ആയിരിക്കും. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നറിയാം, ഈ 2 മന്ത്രിമാര് ഈ സാധാരണഗതിയിൽ കോൺഗ്രസ് ഇപ്പൊ ഒരു UDF-ന്റെ അധികാരത്തിൽ വരുമെന്നൊരു ഒരു പ്രതീക്ഷ വന്നിരിക്കുന്ന സാഹചര്യത്തില് ഈഴവർക്ക് 2 മന്ത്രിമാരെ കിട്ടാൻ വേണ്ടിയിട്ട് ആണോ ഈ 2 അങ്ങനെ വേണമെങ്കിൽ പറയാം, ശ്രീ കെ സുധാകരനെയും അടൂർ പ്രകാശിനെയും അവര് നിന്നാൽ കോൺഗ്രസ് നടത്തുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട കോൺഗ്രസ് നടത്തുന്ന സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന സ്ഥലത്ത് സീറ്റ് കൊടുക്കാറില്ല, അവര് തോൽക്കുന്ന സീറ്റാണ്. അല്ല, അതിൻ്റെ ഒരു പ്രധാന കാരണമുണ്ട്. കാര്യം ഈ ഈഴവ സമുദായത്തിന്റെ കൂടുതൽ ശക്തി കേന്ദ്രങ്ങൾ ഇപ്പോഴും ഇടതുപക്ഷമാണ്. സ്വാഭാവിക ഇടതുപക്ഷത്തിലെ MLA-മാർ ജയിച്ചു വരുമ്പോൾ അത് ഈഴവർക്ക് മുൻതൂക്കമുള്ള ഒരു പ്രദേശത്ത് അവരായി പോകാൻ എന്തായാലും ഇവിടെ സ്വാമി വളരെ എളുപ്പത്തിൽ. അപ്പം UDF വരികയാണെങ്കിൽ 2 ഈഴവ മന്ത്രിമാര് വേണ്ടേ? അതെ, അതാണ് തോറ്റു കഴിഞ്ഞാൽ മന്ത്രിയാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സുധാകരൻ MP സ്ഥാനത്തിരിക്കുന്നവരെ MP സ്ഥാനത്തിരിക്കുന്നവർ വന്ന് മത്സരിച്ച് ആവുകയാണ്. ഇപ്പം അടൂർ പ്രകാശനും സാധ്യത, അടൂർ പ്രകാശനും ആഗ്രഹം
അതെ. സുധാകരനും കട്ടയ്ക്ക് നിൽക്കുക. ഇനിയിപ്പോ അതെ. ഏതാനും മണിക്കൂറുകൾക്കകത്ത് അറിയാം ഇവരുടെയൊക്കെ നിലപാട് എന്താണെന്നും. അതെ. ലിസ്റ്റ് വരുമ്പോൾ അറിയാം. ലിസ്റ്റ് വരാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും. എന്തായാലും നമുക്ക് ഈ ഈ ഈ അനാശാസ്യകരമായ പ്രവണത, അല്ലെങ്കിൽ അതെ. എന്താണ്, അധ്യാപിക ആചാര്യന്മാർ ഇതിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന പോട്ടെ, അവർ ഇപ്പം BJP നേതാക്കൾ അവരെ പ്രധാനമന്ത്രിയെ കൊണ്ടുവരും, രാഷ്ട്രപതിയെ കൊണ്ടുവരും, BJP നേതാക്കളെ കൊണ്ടുവരും, കോൺഗ്രസിന്റെ നേതാക്കളെ കൊണ്ടുവരും, മുഖ്യമന്ത്രി അവിടെ പോകാറുണ്ട്, ഇടതുപക്ഷ നേതാക്കൾ പോകാറുണ്ട്. ഇപ്പൊ എല്ലാം അത് ഒരു മതേതര സ്വഭാവം, അതെ. പ്രത്യേകിച്ചും ശ്രീനാരായണ ഗുരുവിന്റെ ഒരു മതേതര അതെ. 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 പാരമ്പര്യം അതെ. ഉയർത്തിപ്പിടിച്ചാണ് അല്ലേ? അതെ. 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 അവിടെ രാഷ്ട്രീയ വിലപേശൽ മതത്തിന് അതീതമായ അതെ. മതത്തിന് അതീതമായ ആത്മീയത, മതാതീത ആത്മീയത എന്നുള്ളത് തന്നെയാണ് അതെ. ഒരു ലക്ഷ്യം. അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്റെ സമുദായത്തിൽ നിന്ന് MLA-മാരുടെ എണ്ണം കൂടണമെന്ന് പറയുന്നത് നാരായണഗുരുവിന്റെ ആശയങ്ങൾക്ക് തന്നെ എതിരാണ്. എന്തായാലും ഏത് സമുദായത്തിന്റെ ആധ്യാത്മിക നേതാക്കന്മാരായാലും അവരുടെ പണി ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുമായി വിലപേശൽ നടത്താനല്ല എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. എന്തായാലും 18 ഇപ്പം ഏതാനും മണിക്കൂറുകൾക്കകത്ത് കോൺഗ്രസ് ലിസ്റ്റ് വരുമ്പം ഈ സ്വാമി സച്ചിദാനന്ദയുടെ കൊടുത്ത പേരുകളെല്ലാം ഉണ്ടാവുമോ എന്ന് നമുക്ക് നോക്കാം.